ഒരുപാട് ആളുകൾ നിലപാടുകളില്ലാത്ത, അതോടൊപ്പം എല്ലാ തമ്മാടിത്തങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന വലിയൊരു തലമുറ മുസ്ലിം യുദ്ധത്തിന് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ടീനേജ് പ്രായക്കാരായ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികൾ വളരെ മോശമായ രീതിയിൽ ഇസ്ലാമിന്റെ എല്ലാ അന്തസ്സും കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലാണ് അവരുടെ ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഭയപ്പെടുകയാണ്, യൂഷിക്കു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഭയമുണ്ട്, എൻ്റെ ഉമ്മത്തിന്റെ കാര്യം. എന്താ കാരണം? അവരെ മുസ്ലിങ്ങളായ അല്ലാത്ത ശത്രുക്കൾ അവരെ ആക്രമിക്കും. ഏതുപോലെ വിശന്നു വലഞ്ഞ ചെന്നായക്കൂട്ടങ്ങൾ ആടുകളെ നേരെ അടുക്കുന്നത് പോലെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങനെ മുസ്ലിങ്ങളെ ആക്രമിക്കാനുണ്ടായ കാരണം മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞതുകൊണ്ടാണ്. ആ സമയത്ത് ആ നാളിൽ നമ്മൾ ആളുകളുടെ എണ്ണം കുറവായിരിക്കുന്നു. നെഹ്നു കില്ലത്തി യൗമൈദിൻ, നമ്മളുടെ കുറവ് കൊണ്ടാണ്. റസൂലുള്ള പറഞ്ഞു, അല്ല, വലാകിന്നകും കസീറൂൻ, നിങ്ങൾ മാപ്പിളമാരെന്ന് പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാൽ ഏതുപോലത്തെ മാപ്പിളായിരിക്കും? ഉസാഉൻ ക ഉസാഇസ്സൈൽ, ജലപ്രളയത്തിൽ വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി വരുന്ന ചവറ് പോലത്തെ മുസ്ലിങ്ങൾ. അവർ ഭൂമിയിൽ വർദ്ധിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ നേരെ ശത്രുക്കൾ വാളെടുക്കും. ആ കാലത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നിലപാടുകൾ ഉണ്ടാവില്ല, ഇസ്ലാമിക രീതി ഉണ്ടാവില്ല. നബിയും സഹാബത്തും ജീവിച്ച അന്നാളിലെ നന്മ നിറഞ്ഞ മനുഷ്യന്മാരുടെ ഒരു നന്മയും അക്കാലത്ത് ഉണ്ടാവില്ല. എന്നാലോ ഒരുപാട് ആളുകൾ ഉണ്ടാവും മാപ്പിളാര്. നിങ്ങളൊന്ന് വെറുതെ വിലയിരുത്തി നോക്കി. റസൂലുള്ളാഹിന്റെ 14 വർഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 1400 വർഷം മുമ്പുള്ള പ്രവാചകന്റെ പ്രവചനം എത്ര സത്യമാണ്. ഇന്നത്തെ യുവാക്കൾ, ഒരു ഭാഗത്ത് നല്ല യുവാക്കളുണ്ട്, വളരെ ചെറിയ ശതമാനം. എന്നാൽ വളരെ വലിയൊരു വിഭാഗം പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നമ്മളൊക്കെ വീടുള്ള മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. അത് വല്ലാത്തൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് നമ്മളോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ 17 പ്രാവശ്യം ഏറ്റവും ചുരുക്കം റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമസ്കാരത്തിൽ, അല്ലെ? എന്താണത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്തായാലും അർത്ഥം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ മുസ്തഖീം എന്ന നേരായ വഴി, നേരായ സ്വർഗത്തിലേക്ക് വഴിയിൽ ഞങ്ങൾ എത്തിച്ചേരണം, ഞങ്ങളെ നയിക്കണം. ഇഹ്ദിന, ഞങ്ങളെ നയിക്കണം. ഇതിലൂടെ സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലൂടെ. അതേതാ നേരായ വഴി എന്നാണ് അടുത്ത വഴിയിൽ പറയുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. ആരെയാണ് അനുഗ്രഹിച്ചത്? അള്ളാഹു ആരെയാണ് അനുഗ്രഹിച്ചത്? ആ അനുഗ്രഹിച്ചവരെ സംബന്ധിച്ചാണ് ഞാൻ ഖുത്ബയുടെ മുഖവരിയിൽ ഊരിക്കേൽപ്പിച്ച സൂറത്ത് നിസായിലെ 69-ാമത്തെ ആയത്ത്. അള്ളാഹ് ആരെയാണ് അനുഗ്രഹിച്ചത്? അള്ളാഹ് പറയാം, വമൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവരാണ് അനുഗ്രഹിച്ചത്. അള്ളാഹിന്റെ അനുഗ്രഹം കിട്ടണമെന്ന് നമ്മൾ 17 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഏത് സമയത്തും ഹിദായത്ത് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് മനുഷ്യനെ കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത്. എപ്പോഴും ചോദിച്ചു കൊടുക്കണം, ഞങ്ങളെ നേരായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കണേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ മുസ്തഖീമായ വഴിയിലൂടെ, നേരായ ചൊവ്വായ വഴി, ആ വഴിയിലൂടെ നീ ഞങ്ങളെ സഞ്ചരിപ്പിക്കണം. ആ വഴി ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ. ആരാണ് അനുഗ്രഹിച്ചവർ? വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചവർ. അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ. അതാരാ? അന്ന് മുൻകാലത്ത് ജീവിച്ചവർ. മിനൻ നബിയീൻ, നബിമാരിൽപ്പെട്ടവർ. വസ്സിദ്ദീഖീൻ, ആദ്യമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നവർ. വസ്സുഹദാ, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവർ. വസ്സാലിഹീൻ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിലപാടോടുകൂടി ജീവിച്ചവർ. വഹസുന ഉലൈക റഫീഖ, അവരോടൊപ്പമുള്ള സ്വർഗപ്രവേശനം എത്ര അനുഗ്രഹീതമാണ്.
അതിനെന്താ വേണ്ടത്? സ്വർഗത്തിലേക്കുള്ള വഴി ഒന്നാണ്, നരകത്തിലേക്കുള്ള വഴിയോ ധാരാളമാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മളെ നരകത്തിലെത്തിക്കാൻ ഒരുപാട് വഴികളുണ്ട്. സ്വർഗത്തിലെത്തിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. അതേതാ വഴി? അത് അള്ളാഹു അനുഗ്രഹിച്ച വഴി. അതാണ് അള്ളാഹ് പറഞ്ഞത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, എന്റെ യഥാർത്ഥ വഴി ഇതാകുന്നു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ, ഈ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും വഴിയെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, അതല്ലാത്ത വഴികൾ ഒരുപാടുണ്ട്, അതൊന്നും നിങ്ങൾ പിൻപറ്റരുത്. ഖുർആനും തിരുസുന്നത്തുമല്ലാത്ത വഴികൾ ഒരുപാടുണ്ട്. കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് 10 മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ 10 ആദർശം അല്ലേ? 10 നിലപാടാണ് ഓരോ വിഷയങ്ങളും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ വിവിധ വഴികൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകന്നു പോയാൽ ഫതഫറഖ ബികും അൻ സബീലി, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ വഴിപിരിഞ്ഞു പോകും. പിന്നെ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ ഉണ്ടാവില്ല. ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറഞ്ഞെങ്ങനെ അറിയാം? ദാലികും വസ്സാകും ബിഹി, ഈ കാര്യം അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ദാലികും വസ്സാകും ബിഹി, അള്ളാന്റെ വസിയത്ത്. അത് എന്താ കാരണം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ. സൂറത്തുൽ മാഇദയിലായ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇത് അള്ളാഹ് പറയും എന്താണ് എന്റെ ചൊവ്വായ മാർഗം. ഫത്തബിഉ, ആ മാർഗത്തെ നിങ്ങൾ പിന്തുടരണം മരണം വരെ. വലാ തത്തബിഉ സുബുൽ, വിവിധ വഴികൾ വേറെ തരയരുത്. ഖുർആനും ഹദീസും അല്ലാത്ത വേറെ വഴി തരയരുത്. അങ്ങനെ തെരഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലി, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ വഴി തെറ്റിപ്പോകും. ദാലികും വസ്സാകും ബിഹി, ഇത് അള്ളാന്റെ വസിയത്താണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. അപ്പം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ജീവിതത്തിന്റെ പ്രമാണം. ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരും സ്വന്തമായ അഭിപ്രായങ്ങൾ പറയും. നിന്റെ അഭിപ്രായത്തിൽ അത് വേണ്ട, അല്ലെ എന്റെ അഭിപ്രായത്തിൽ അത് വേണം എന്ന് പറയാൻ പാടില്ല. നമുക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമനിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഏതാണെന്ന് വ്യക്തമായതിനു ശേഷം വിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് എതിർപ്പ് കാണിക്കുന്നവർ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബ കിറാമുകൾ ജീവിച്ച് കാണിച്ചു തന്ന മാർഗമല്ലാത്ത മാർഗം സ്വീകരിച്ച് ജീവിക്കുന്നവർ, നുവല്ലിഹി മാ തവല്ല, അവരേത് വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത്, ഏത് അള്ളാന്റെ ഖുർആനും ഹദീസും വിട്ടുകൊണ്ട് ഏത് മാർഗങ്ങളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്, ആ വഴിയിലൂടെ നാം എന്ത് ചെയ്യും? അവരെ തിരിച്ചുവിടും. നുവല്ലിഹി മാ തവല്ല, എന്നിട്ടോ നുസ്ലിഹി ജഹന്നം, നാം അവരെ നരകത്തിൽ കരിച്ചു കളയും. വസാഅത്ത് മസീറ, അവരുടെ മടക്ക സ്ഥലം വളരെ മോശമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു വളരെ കൃത്യമായി നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയുള്ള വഴികൾ പറയുകയാണ്. എന്നാൽ മുൻഗാമികളായ സമൂഹത്തിൽ വന്ന അബദ്ധം അതിനേക്കാൾ കൂടുതൽ നമുക്ക് വരും. ജൂത ക്രിസ്ത്യാനികൾ, അവർക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥം തൗറാത്തും ഇഞ്ചീലുമാണ്. എന്നാൽ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾ സ്വന്തം അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെന്തായി മാറി? അതിൽ നകന്നുപോയി അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ബനി ഇസ്രായേൽ തഫറഖത് ഇലാ 72 മില്ല വസതഫ്തരികു ഉമ്മത്തി ഇലാ 30 മില്ല. ഇസ്രായേലിലെ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും വാഹകർ അവർ 72 പാർട്ടിയായി. വസതഫ്തരികു ഉമ്മത്തി, നിന്റെ ഖുർആന്റെ ആളുകൾ, ഖുർആന്റെയും ഹദീസിന്റെയും ആളുകൾ ഭിന്നിച്ചു പോകും. വസതഫ്തരികു ഉമ്മത്തി ഇലാ 30 മില്ല. ഓല 72 ആണെങ്കിൽ മുസ്ലിങ്ങൾ 73 ആവും. 73 പാർട്ടി ആവും. 14 നൂറ്റാണ്ട് മുമ്പുള്ള പ്രവാചകന്റെ പ്രവചനം. അത് പറഞ്ഞിട്ട് റസൂലുള്ള പറയാ, കുല്ലുഹും ഫിന്നാർ, എല്ലാ പാർട്ടിക്കാരും നരകത്തിലേക്കാണ്. ഇല്ല മില്ലത്തം വാഹിദ, ഒരൊറ്റ പാർട്ടി ഒഴികെ. കാലു, സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ആ സ്വർഗത്തിലേക്കുള്ള പാർട്ടി ആരാണ്? റസൂലുള്ളാഹിയുടെ മറുപടി, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബ കിറാമുകളും വിശ്വസിച്ച കാര്യങ്ങൾ എന്താണോ അത് വിശ്വസിക്കുക. ഞാനും എന്റെ സഹാബ കിറാമുകളും ജീവിതത്തിൽ പുലർത്തിപ്പോ നിലപാടുകൾ എന്താണോ അത് നിലനിർത്തുക. ഞാനും എന്റെ സഹാബത്തും ജീവിതത്തിൽ ഉൾക്കൊണ്ട സംസ്കാരം എന്താണോ ആ സംസ്കാരം ഉൾക്കൊള്ളുക. അവരാണ് സ്വർഗത്തിൽ, ബാക്കി എല്ലാം നരകത്തിലാണ്. അതാ ഒരു പാർട്ടിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് ഒരൊറ്റ വഴിയുള്ളൂ. അത് പ്രവാചകനെയും ഖുർആനെയും
അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. നരകത്തിലേക്ക് എത്താനോ പിശാചിന്റെ വഴികൾ ഒരുപാടുണ്ട്. അപ്പോ നാം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ. അള്ളാഹു പറയുന്നു സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ, മുഹാജിറുകൾപ്പെട്ട ആളുകൾ, മുൻഗാമികളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്ത, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് മത്സരിച്ചു വന്ന ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളും. അതേതായാലും ഇപ്പൊ നമുക്ക് ആവാൻ കഴിയില്ല അല്ലെ? കാരണം മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ആരാ? മക്കയിൽ ഒരുപാട് ത്യാഗം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ച് ഈ ആദർശം നിലനിർത്താൻ വേണ്ടി രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട ആളുകൾ അല്ലെ? എന്നിട്ട് അവസാനം തന്റെ നാടും വീടും സമ്പത്തും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്ത ആളുകൾക്കാണ് നമ്മൾ മുഹാജിറുകൾ എന്ന് പറയാം അല്ലെ? അതല്ല പറയുന്നത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ. ആരായി അൻസാറുകൾ? അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയെത്തിയപ്പോൾ സർവസ്വവും നൽകി സഹായിച്ച ആളുകൾക്കാണ് അൻസാരികൾ. ആ വിഭാഗം ആളുകളെ വല്ലദീന ഇത്തബഉഹും ബിഇഹ്സാൻ, അവരെ കൃത്യമായ രൂപത്തിൽ പിൻപറ്റിയവർ. ഈ 3 വിഭാഗം ആളുകൾ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. 2 വിഭാഗം ആകാൻ നമുക്ക് ഇനിയിപ്പോ കഴിയില്ല. കാരണം മുഹാജിറുകളും നമുക്ക് ആകാൻ കഴിയില്ല, അൻസാറുകളും നമുക്ക് ആകാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്താവാൻ കഴിയും? വല്ലദീന ഇത്തബഉഹും ബിഇഹ്സാൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പിന്തുടരുന്നവരാകാൻ കഴിയും അല്ലേ? അത് നമുക്ക് കഴിയും. അപ്പൊ 3-ാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടും. 2 വിഭാഗത്തിൽ നമ്മൾ പെടാൻ കഴിയില്ല. മുഹാജിറുകളും ഇപ്പൊ നമുക്ക് ആകാൻ കഴിയില്ല, അൻസാറുകളും നമുക്ക് ആകാൻ കഴിയില്ല. പക്ഷെ എന്താ കഴിയും? അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നവരായി മാറാൻ കഴിയും. അങ്ങനെ ചെയ്താലോ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെടും. റളു അൻഹു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെടും. വഅദ്ദ ലഹും ജന്നാത്തി തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ, അവർ ശാശ്വതമായ സ്വർഗത്തോപ്പിൽ എന്നേക്കുമായി പ്രവേശിക്കും. എന്ന് മാത്രമല്ല, ദാലിക്കൽ ഫൗസുൽ അലീം, അത് മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, വിജയം അതാണ്. എന്നാണ് ഖുർആൻ സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത് പറയുന്നത്. അപ്പൊ ഞാൻ വിശദീകരിച്ചു വരുന്നത്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ച മുൻഗാമികളായ ആളുകൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരാരാ? അവര് അൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുമാണ്. പിന്നെ 3-ാമത് പറഞ്ഞതാണ് വല്ലദീന ഇത്തബഉഹും ബിഇഹ്സാൻ, അവരെ വളരെ നല്ല നിലയ്ക്ക് പിൻപറ്റുക. അതിനിപ്പോ നമ്മളെ കൊണ്ടാവും, നമ്മൾക്ക് അവരെ പിൻപറ്റാൻ കഴിയും അല്ലെ? അവരെന്താണോ ജീവിതത്തിൽ പാർത്തിയത് ആ രൂപത്തിൽ നമ്മൾ ജീവിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ജീവിക്കാതെ വിശുദ്ധ ഖുർആനും സുന്നത്തൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ എത്തിപ്പെടുന്ന അപകടം അത് വല്ലാത്തതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാറ്റിവെച്ച് വിവിധ വഴികളും വിവിധ മദ്ഹബുകളും വിവിധ തരീഖത്തുകളും ഒക്കെയായി ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലെ? അവരൊക്കെ നരകത്തിലേക്കാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, നബിയും സഹാബത്തും സ്വീകരിച്ച മാർഗം സ്വീകരിച്ചൊഴികെ ബാക്കി എല്ലാവരും നരകത്തിലേക്കാണ്. നരകത്തിൽ ഇത്തരം ആളുകൾ ചെന്നാലോ ഖുർആൻ പറയാണ് സൂറത്തുൽ അഹ്സാബിൽ, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ തല കീഴായിട്ടാണ് നരകത്തിലേക്ക് പോവുക. കാൽമലല്ല, തല കീഴായിട്ടാണ് നരകത്തിലേക്ക് പോവുക. അതാണ് യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, അവരുടെ മുഖം നരകാഗ്നിയിലേക്ക് കുത്തി വീഴുന്ന അരങ്ങ്. ആ ദിവസം യഖൂലൂൻ, ആ നരകത്തിൽ കിടന്ന് പിടയുന്ന ആളുകൾ പറയും, യാ ലൈതനാ അത്തഅനല്ലാഹ വഅത്തഅനർ റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതന, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ. യാ ലൈതന അത്തഅനല്ലാഹ വഅത്തഅനർ റസൂല, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത് എത്ര നന്നായിരുന്നു. പിന്നെ തുടർന്ന് പറയാണ്, വഖാലു, അവർ പറയുന്നു, റബ്ബന ഇന്ന അത്തഅന സാദത്തന വകുബറാന, പടച്ചോനെ ഞങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറയുമ്പോൾ അത് കേട്ടില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള നേതാക്കന്മാരും സാദാത്തുക്കളും നേതാക്കന്മാരും കുബറാന, ഞങ്ങൾ വലിയ ആൾക്കാരെന്ന് ഞങ്ങൾക്ക് തോന്നിയവരെയും ഞങ്ങൾ അനുസരിച്ചു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഫഅലല്ലൂന സബീല, നിന്റെ മാർഗത്തിൽ നിന്ന് അവരാണ് ഞങ്ങളെ വഴിവെപ്പിച്ചത്. ഈ നേതാക്കന്മാർ, ഈ സാദത്തുകൾ ഉണ്ടാവും. ഫഅലല്ലൂന സബീല, നേർമാർഗത്തിൽ നിന്ന് അവരാണ് ഞങ്ങളെ വഴിവെപ്പിച്ചത്. അതുകൊണ്ട് എന്താ അവർ പറയുന്നത്? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം പടച്ചോനെ? റബ്ബന ആതിഹിം ലൈഫൈനി മിനൽ അദാബ്, പടച്ചോനെ ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ ഞങ്ങളെ ഈ വഴി വിളപ്പിച്ച നേതാക്കന്മാർക്കും സാദാത്തുകൾക്കും വലിയവന്മാരായി നടന്നവർക്കും പടച്ചോനെ നീ കൊടുക്കണം എന്നിവർ നരകത്തിൽ മുഖം കുത്തി മറിയുവാൻ പ്രാർത്ഥിക്കും. എന്താ രംഗാലോചിക്കുന്നത്?
അപ്പൊ ഒരു നിലപാടില്ലാത്ത ആളുകളുണ്ട്. ഇസ്ലാമിനെ പറ്റി എന്ത് പറഞ്ഞാലാ അത് തർക്കമില്ല, അത് തർക്കമില്ല. തർക്കമുണ്ടോ തർക്കമില്ല നിങ്ങളല്ല പറഞ്ഞത്, ഖുർആനും ഹദീസും പറഞ്ഞാൽ നോക്കണ്ടത് കേട്ടോ. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് പറഞ്ഞു 365 ദിവസത്തിൽ 5 ദിവസം ഞങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഒന്നും ചെയ്യണ്ട, ഒന്ന് വണങ്ങിയാൽ മതി, കൈകൊണ്ട് മാത്രം. ബാക്കി 360 ദിവസവും ഞങ്ങൾ കഅബാലയത്തിൽ വന്ന് അള്ളാഹിനോട് ദ്വാരുന്നോളാം. അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇവിടെ ഉള്ള എല്ലാ ഇതര മതസ്ഥരും എന്ത് പറയാണ്, 5 ദിവസം മുസ്ലിങ്ങളായ ആളുകൾ ചർച്ചിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളുടെ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് വിഷ് ചെയ്താൽ മതി. 360 ദിവസവും പള്ളിയിൽ ഒന്ന് നിസ്കരിച്ചോളാണ്. നിങ്ങൾ എന്തു പറയും? അത് നല്ല അഭിപ്രായം. 360 ദിവസം കൊണ്ടുപോയി നന്നാവും, നമുക്ക് 5 ദിവസം വെറുതെ അങ്ങനെ പോയാൽ മതി അല്ലെ പറയില്ലേ? അത് നിലപാടില്ലാത്തോണ്ട് അങ്ങനെ പറയാം. പക്ഷെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു, അപ്പൊ റസൂലുള്ളാഹിക്ക് തോന്നി ഇങ്ങനെ നന്നാക്കാൻ. ഖുർആനിൽ അപ്പ കൊടുത്ത് മറുപടി. ഇപ്പൊ നമുക്ക് മറുപടി ഒരാളില്ല, അന്ന് വഹിയുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വലൗലാ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനിലൈഹിം ഷൈഅൻ ഖലീലൻ. നിന്നെ ഞാൻ മുഹമ്മദ്, നിന്നെ ഞാൻ അവരുടെ കോന്തത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, നിന്നെ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ലഖദ് കിത്ത തർക്കനിലൈഹിം ഷൈഅൻ ഖലീല, അല്പമെങ്കിലും നീ അവരിലേക്ക് പോകും. ആ അഭിപ്രായം നീ സ്വീകരിക്കും. അങ്ങനെ നീ സ്വീകരിച്ചാലോ, റസൂലുള്ളാഹിനോട് പറയാ, ആ അഴകൊടമ്പൻ ഏർപ്പാട് നീ സ്വീകരിച്ചാൽ നിനക്കെന്താവും? ലീഫൽ ഹയാത്തി വലീഫൽ മമാത്ത്, ഇരട്ടി ശിക്ഷ ഇഹത്തിലും കിട്ടും, പരലോകത്തും കിട്ടും. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. അപ്പൊ നമ്മളാരോ ഇപ്പൊ ഈ കാര്യം സ്വീകരിച്ചാലേ അരക്കിനാക്ക, നാം നിന്നെ ആസ്വദിപ്പിക്കും. ലീഫൽ ഹയാത്തി വലീഫൽ മമാത്ത്, ഇഹലോകത്തെയും ഇരട്ടി ശിക്ഷ പരലോകത്തും. ഈ ഒരു കാര്യം സ്വീകരിച്ചാൽ. കാരണം നിലപാടില്ലായ്മ. മുസ്ലിങ്ങൾക്ക് നിലപാടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിലപാടാണ്. നമ്മളുടെ വിശ്വാസം, നമ്മുടെ സംസ്കാരം, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ജീവിത രീതിയൊക്കെ ഖുർആനും ഹദീസും വേണം, എന്നാലേ മുസ്ലിമാവൂ. അതല്ലേ ഇതിൽ നിന്ന് വിട്ടാലോ പല വഴികളിലൂടെ പോകാം അല്ലേ? നിങ്ങൾ കേട്ട് കേൾവി ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലഹരി കച്ചവടം നടത്തുന്നു, നിങ്ങൾ കേട്ട് കേൾവി ഉണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങൾ കേൾക്കുന്നെന്താ? പെൺകുട്ടികൾ ലഹരി കച്ചവടം, പെൺകുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. സ്ത്രീകൾ, ഇത് മുതിർന്ന സ്ത്രീകൾ, 10-40 വയസ്സായ പെണ്ണുങ്ങൾ. എത്ര സങ്കടം ഉണ്ടാവില്ലേ? എന്തിനേറ്റൊക്കെ മാപ്പിളാരുത് പേരിട്ട്? നമ്മളൊക്കെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ പെൺകുട്ടികൾ. അവരാദ്യം എന്തിനൊക്കെ ഇറങ്ങാറോ? അവരാദ്യം ഇറങ്ങിയ ഒരു ജീൻസ് പാൻറ്റിലേക്ക്, അതിൻ്റെ മുകളിലൊരു ടീഷർട്ടിലേക്ക്, അതിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലേ. പിന്നെ മെല്ലെ മെല്ലെ ആ പെൺകുട്ടികളെയാണ്, ആ ഡ്രസ്സ് ധരിച്ച പെൺകുട്ടികളെയാണ് ലഹരിക്ക് ഉപയോഗിക്കുക. വേഗം കിട്ടും. കാരണം എന്താ? അവർ വിദ്യാഭ്യാസമുള്ളവരാ. അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്തുണ്ടായില്ല? സംസ്കാരം ഉണ്ടായില്ല, ജീവിത വിശുദ്ധി ഉണ്ടായില്ല. അവർ നേടിയ വിദ്യാഭ്യാസം വെറും ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചതോടുകൂടി പെൺകുട്ടികൾക്ക് അഹങ്കാരം കൂടി. പിന്നെ അവരുടെ കൂട്ടുകാരികളുടെ കൂടെ കൂടി പലതരം ലഹരികൾ. അപ്പം എന്തായി? ചവറായി. അങ്ങനെ മുസ്ലിങ്ങൾ നല്ലൊരു ചവറും കൂട്ടാണെന്ന് ശത്രുക്കൾക്ക് മനസ്സിലായപ്പോഴോ അവർ നമ്മളുടെ നേരെ തിരിയാൻ തുടങ്ങി. ഈ പല ആളുകളും, ശബ്ദിക്കുന്ന പലരും അവരുടെയും വീട്ടിലും അവരുടെ ജീവിതത്തിലും നിലപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയതുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം അള്ളാഹു ഇടപെടും. അത്തരം നിലപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അതക്കിനാക്ക മുഹമ്മദ്, നിന്നെ ഞാൻ രുചിപ്പിക്കുന്ന ലീഫൽ ഹയാത്തി ലീഫൽ മമാത്ത്, ഇഹലോകത്ത് ശിക്ഷ തരുമ്പോൾ ഇരട്ടി നിനക്ക്. എന്താ കാരണം? എന്താ തെറ്റിയത് നബി? അവർ പറഞ്ഞ ഒരു ചെറിയ അഭിപ്രായം അതെടുത്താൽ, ഏതാ അവർ പറഞ്ഞ അഭിപ്രായം? 5 ദിവസം മാത്രം കേവലം ഞങ്ങളുടെ ലാത്തയെയും ഉസ്സയെയും മനാത്തനെയും ഒദ്ദിനെയും ഒക്കെ കാണുമ്പോൾ ഒന്ന് സല്യൂട്ട് ചെയ്താൽ മതി. 360 ദിവസം പള്ളിയിൽ വന്ന് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തോളാം. ആരടുക്കടക്കുക അല്ലേ? അതെടുക്കാൻ നബിക്ക് തോന്നിയപ്പോഴേക്കും അള്ള പറഞ്ഞത്, അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ വലൗല സബ്ബത്തിനാക്ക, നാം നിന്നെ
ആശയത്തിൽ, ആദർശത്തിൽ, നിലപാടിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ലക്കത് കിത്ത തെർക്കനിയിലെയും ഷെയ്അൻ കലീലൻ, നീ അവരിലേക്ക് ചാഞ്ഞു പോകും. ഉണ്ടോ? നമ്മളെ പിടിച്ചു നിർത്താൻ അള്ളാഹു ഇല്ല. കാരണം നമ്മൾ ഈ ഈദിന സിറാത്തുൽ മുസ്തഖീം ചോദിക്കുന്നുണ്ടല്ലാണ്ട് നമുക്ക് സിറാത്തുൽ മുസ്തഖീം എന്താ അറിയില്ല, ആരുടെ വഴിയെന്നറിയില്ല. വെറുതെ അങ്ങനെ ഈദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ ഒച്ചണ്ടിടും. ഇതൊന്നും യാതൊരു ബന്ധവുമില്ല നമുക്ക് നമ്മളെ ജീവിതവുമായി. ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി നോക്കൂ. അള്ളാന്റെ നിലപാടാണോ നമ്മളെ വീടുകളിലുള്ളത്, നമ്മുടെ കുടുംബങ്ങളിലുള്ളത്? നമുക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വിളിച്ചു പറയാൻ ഒരു അത്താണി മാത്രമാണ് അല്ല, അല്ലാണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലല്ല. ഉണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തല്ല. നല്ലൊരു ശതമാനം ആളുകൾ മാപ്പിളാരാന്ന് പറയുന്നു. റസൂലുള്ള പറഞ്ഞു, ലോകം അവസാനിക്കാൻ സമയമായാൽ ലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു, ഖുർആൻ വായിക്കാൻ അറിയുന്ന, ഓതാൻ അറിയുന്ന ആളുകളല്ലാത്ത വേറെ ആരും മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഖുർആൻ എന്താ പറഞ്ഞു തീരുന്ന ആൾക്കാരുണ്ടാവില്ല. ഏറി വന്നാൽ ഓതാൻ അറിഞ്ഞവരുണ്ടാവും. ഉണ്ടാവും. ലോകം അവസാനിക്കുമ്പോഴുള്ള മാപ്പിളാരവസ്ഥ. ലാ യബ്ഖാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു വലാ യബ്ഖാ മിനൽ ഇസ്ലാം ഇല്ല ഇസ്മുഹു, ഇസ്ലാം എന്ന് പറയാൻ പേരല്ലാത്ത വേറൊന്നുണ്ടാവില്ല. പേര് മുഹമ്മദ്, ഇബ്രാഹിം, യൂസുഫ്, അഹമ്മദ്, അല്ലെ, അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ സമദ്, അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ ജലീൽ, ഇങ്ങനെയൊക്കെ പേരിട്ടുണ്ടാവും. അതല്ലാത്ത വേറൊന്നും ഇസ്ലാമിന്റെ ഉണ്ടാവില്ല. എന്ത് പറയുന്നു ഇപ്പൊ നിങ്ങള്? ഇനി ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, ഇവിടെ നടക്കുന്ന തെമ്മാടിത്തങ്ങൾ ഒന്ന് വിലയിരുത്തി നോക്കൂ. ഓരോ കേസ് കെട്ടുകളിലും ആരാ പെട്ടത്? ഒക്കെ മുസ്ലിങ്ങളാ. എന്താ കാരണം? ലാ യബ്ഖാ മിനൽ ഇസ്ലാം ഇല്ല ഇസ്മുഹു, പേരല്ലാണ്ട് വേറൊന്നുമില്ല. മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ട് പേരിട്ടുണ്ടാവും. അല്ലേ? അത്തരം ആളുകൾ ഒരുപാട് പള്ളികൾ ഉണ്ടാവും, പള്ളികളിലെത്തും. അതും റസൂലുള്ള പറഞ്ഞു, മസാജിദുഹും ആമിറ, അത്തരം ആളുകൾ ജീവിക്കുന്ന കാലത്ത് പള്ളി ആളുകളെ കൊണ്ട് നിറയും. എല്ലാവരും ഒഴിഞ്ഞു പോകുന്നല്ല, എല്ലാവരും കൂടും പള്ളിയിൽ. മസാജിദുഹും ആമിറ. എന്നാലോ വഹിയ ഹറാബു മിനൽ ഹുദ, സന്മാർഗം, ആ ഹിദായത്ത് ചോദിച്ച ഹിദായത്ത് ഇല്ലാതെ ഉണ്ടാവില്ല, അത് ഒഴിഞ്ഞു പോയവരാ. ഹിദായത്ത് മൈനസായ ആൾക്കാരാ പള്ളിയിൽ ഉണ്ടാകുക. ഉണ്ട്. എന്താ പ്രയോജനം? അല്ലേ? ചിന്തിച്ചാൽ അറ്റം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ നാളെ നരകത്ത് കിടന്നിട്ട് പടച്ചോനെ എന്നെ വഴിപിഴപ്പിച്ച, ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകറ്റിയ, ഹിദായത്തിൽ നിന്ന് അകറ്റിയ ഇവിടുത്തെ നേതാക്കന്മാരെയും ഇവിടുത്തെ വലിയവന്മാരെയും പടച്ചോനെ നീ ഇരട്ടി ശിക്ഷിക്കാന്ന് പറഞ്ഞാൽ അല്ല എന്താ മറുപടി അറിയാലോ? കുല്ലുഹും ലീഫൈൻ, എല്ലാവർക്കും ഇരട്ടിയാണ്, ആർക്കും കുറയ്ക്കില്ല. കാരണം എന്താ? പിൻപറ്റിയവർക്കും അള്ളാഹു തലച്ചോറ് തന്നുണ്ട്. പിൻപറ്റപ്പെട്ട ഈ നിങ്ങൾ വിചാരിച്ച നേതാക്കന്മാരും വലിയവന്മാരെന്ന് പറഞ്ഞ ഓൽക്കും തലച്ചോറുണ്ട്. രണ്ടു കൂട്ടർക്ക് തലച്ചോറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, തലച്ചോറ് ഉപയോഗിക്കില്ല. പാരെന്ത് ചെയ്യും? ഓരങ്ങനെ പറഞ്ഞു, ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ആ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, അതാണ് ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു, അല്ലെ നമ്മൾ വലിയവന്മാരാന്ന് വിചാരിക്കുന്ന ഓലൊക്കെ അവിടെ ഉള്ളത്. സത്യമാർഗത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മൾ ചിന്തിക്കൂല. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകൂടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണതാണ്, ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിം ഉമ്മത്ത് 73 പാർട്ടിയാവും. എന്താ കാരണം? പലർക്കും പല ദീനാണ്, അല്ലേ? പല മത. ഇസ്ലാമിൽ എന്നിട്ട് എന്താ പറയുന്നറിയോ? എല്ലാവരും കൂടി ഒന്നാക്കണം. ഈ ഭിന്നിച്ച് നിൽക്കുന്ന എല്ലാവരെയും ഒന്നാക്കാൻ ചില ടീം ഇറങ്ങും. അത് വേറെ ഭിന്നിപ്പ നോക്കിയാൽ എല്ലാവരും കൂടി ഒന്നാക്കുക, അതിന് വേറെ ടീം. എന്നിട്ട് ഓൻ വേറെ പാർട്ടി നിൽക്കുക. ഓനും ഖുർആൻ പറയാ ഒന്നാക്കി തരാ, നിങ്ങൾക്ക് ഒന്നാവാൻ പൂതിയുണ്ടോ? അല്ല പറയാ വന്നഹാദിഹി ഉമ്മത്തുക്ക് ഉമ്മത്തം വാഹിദ, നിങ്ങൾ ഒരൊറ്റ ഉമ്മത്താണ്, മുസ്ലിം ഉമ്മത്ത് ഒന്നാണ്. വന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, അതിനെന്ത് വേണം? വാന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് നിങ്ങൾ അംഗീകരിക്കണം. വേറെ റബ്ബ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ വേറെ ആളുണ്ടാകാൻ പാടില്ല, നേർച്ചക്ക് വേറെ ആളുണ്ടാകാൻ പാടില്ല. ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വാന റബ്ബുക്കും ഫത്തക്കൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുക, അപ്പൊ നിങ്ങൾ ഒന്നാവും, ഒറ്റൊന്നാവും. വേറെടുത്ത് പറഞ്ഞതാ വാനഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വാന റബ്ബുക്കും ഫഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കുക, അപ്പൊ ഒന്നായി. പിന്നെ വേറെ ആരുണ്ടോ? റബ്ബ് അല്ലാഹ് അംഗീകരിക്കുക. സൃഷ്ടിച്ചതും നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മളെ വളർത്തുന്നതും നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന റബ്ബ് എനിക്കത് മാത്രമാണ്. അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പിന്നെണ്ട ഭിന്നിപ്പ് ഒന്നായില്ലേ? അതാണ് ഒന്നാകാനുള്ള മാർഗം. പക്ഷെ ഈ മാർഗം സ്വീകരിക്കാണ്ട് നമുക്ക് ഐക്യപ്പെടണം. ഒരു കുന്തു ആവില്ല, ഐക്യപ്പെടില്ല. ഐക്യപ്പെടണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ വേറെ അനൈക്യമാവും.
ഓന് വേറൊരു പാർട്ടിയാണ്. അങ്ങനെ ഇപ്പം ഉണ്ട്. ഐക്യം വേണമെന്നും പറഞ്ഞ് നടക്കണുണ്ടോ? ഓൻ വേറൊരു പാർട്ടിയാണ്. ഓൻ എന്തിനാ എങ്ങനെയാണ് ഐക്യാക്കേണ്ടത് അല്ല പറയാ. വൈനഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വാൻ റബ്ബുക്കും ഫത്തക്കൂൻ. എന്നിട്ട് അല്ല പറയാ ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്ര. അവര് ഈ ഇസ്ലാമിനെ വെട്ടിനുറുക്കി ആര് ഐക്യത്തിനിറങ്ങിയോൽ. അതൊന്നും നോക്കണ്ട, ഇത് നോക്കണ്ട. നിലപാട് പിടി. നിലപാടിട്ട് ഐക്യം ഉണ്ടാവില്ല. നിലപാട് വിടണം. നിലപാടിൽ നിന്ന് ഐക്യപ്പെടുത്താൻ കഴിയില്ല. നിലപാട് വേണ്ട, ആദർശം വേണ്ട, വിശ്വാസം വേണ്ട. നബിയും സഹാബത്തിനും ഒരൊറ്റ വിശ്വാസമാണ്. ഞാനും എൻ്റെ സഹാബത്തും സ്വീകരിച്ച മാർഗം ഏതാണ്? അത് സ്വീകരിച്ചാലേ സ്വർഗ്ഗത്തു. നബിക്കും സഹാബത്തിനും ഒറ്റ മാർഗമുള്ളൂ. അതെന്താ? ഒന്ന് തൗഹീദാണ്. അല്ലേ? അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഉണ്ടോ? ആ തൗഹീദ് ഉൾക്കൊള്ളാ പറഞ്ഞത്. അങ്ങനെ വന്നാൽ ലോകത്തുള്ള എല്ലാവരും ഒന്നായില്ലേ? ഐക്യായില്ലേ? അനൈക്യണ്ട പിന്നെ? എന്നിട്ട് അല്ല പറയാ ഫതഖത്തഉ അംറഹും ബൈനഹും സുബ്രൻ. അവര് അവരുടെ ഇസ്ലാം ദീനിനെ, അവരുടെ മതത്തെ, അവരുടെ ആദർശത്തെ അവർ തുണ്ടം തുണ്ടമായി നുറുക്കി. ഓരോ പ്ലാറ്റ്ഫോമുകളാക്കി നുറുക്കി. അല്ലേ? നിങ്ങൾ നോക്കേണ്ടി മുസ്ലിങ്ങളിൽ എങ്ങനെ അനൈക്യം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആലോചിക്കണമല്ല. ഞാൻ പറഞ്ഞെനിക്ക് മനസ്സിലാവും. പെരുന്നാൾ ഒറ്റ ദിവസം. അപ്പൊ എല്ലാവരും പറഞ്ഞത് അതൊരു ഐക്യ. അതല്ല ഇസ്ലാം പറഞ്ഞ ഐക്യം. അത് പറഞ്ഞില്ല. നിങ്ങൾ പഠിക്കണം. ഖുർആൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ഒരേ ഒരു സമുദായമാണ്. നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വാന റബ്ബുക്കും ഫഅബ്ദൂൻ. എന്നെ മാത്രം ആരാധിക്കണം. ആ സമൂഹത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. നമ്മളിപ്പോൾ ചിലപ്പോൾ കണ്ടില്ലേ, ചില ആൾക്കാർ അനൈക്യത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ ഒന്നിപ്പിക്കാൻ ചില കാട്ടിക്കൂട്ടലുകൾ എന്നുള്ള ഒരു കുടുംബ സംഘം ഉണ്ടാക്കലുണ്ട്. അല്ലേ? നിങ്ങളവിടെയൊക്കെ ഉണ്ടാക്കല്ലേ? കുടുംബ സംഘം ഉണ്ടാക്കിയാണോ കുടുംബം ഉണ്ടാക്കട്ടെ? കുടുംബത്തിലോടെയും പോവില്ല. ആരെയായിട്ട് ബന്ധമില്ല. എല്ലാവരും പറ്റിച്ചെടുത്താ, എല്ലാവരും മുതലും തട്ടിച്ചെടുത്തത്. ഇനി എല്ലാവരും കൂടി ഒന്നിക്കണം. നമുക്ക് പെരുന്നാൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വലിയൊരുനാളിനോ ചെറിയൊരുനാളിനോ ഒക്കെ ഒന്നിക്കണം. അല്ലേ? അല്ലെങ്കിൽ മരിച്ചാൽ, ചിലരങ്ങനെ അറിയാം, മരിച്ചാൽ എല്ലാവരും കൂടി ഒന്നിക്കണം. കല്യാണം ഉണ്ടായാലും ഒന്നിക്കണം. അത് കഴിഞ്ഞാലോ തല്ലുപൂണ്ടാക്കണം പരസ്പരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരിച്ചാലെങ്കിലും ഒന്നിച്ചൂടെ ചിലർ ചോദിക്കില്ല. എന്നിട്ട് ചിലരോ ഇനി അതിനൊന്നും കഴിയില്ല, നമ്മൾ ഒരു കുടുംബ സംഗമം വെക്കാം. കുടുംബ സംഘം വെച്ചിട്ടോ, കുടുംബ സംഗമം വെച്ചിട്ട് പല കുടുംബത്തിലെയും ആളുകൾ ഒന്നിച്ചു ചേർന്നു. നല്ല ടീമാ. അല്ലേ? എങ്ങനെ ഉണ്ടാവും? മൂർക്കം പാമ്പും കീരിയും എല്ലാം കൂടി ഒന്നിച്ചേ. ഒരു കുടുംബ സംഗമം ഉണ്ടാക്കിയാലും വന്നിക്കാൻ കഴിയില്ല. ഖുർആനാ പറഞ്ഞത്. നിങ്ങൾ ഒരേ ഒരു സമുദായമാകണമെങ്കിൽ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന സമൂഹം നിങ്ങൾ എന്നാവുന്നോ അന്നേ നിങ്ങൾ കഴിക്കണ്ടാവും. അല്ലാണ്ട് ഉണ്ടാവില്ല. മറ്റൊക്കെ കാട്ടിക്കൂട്ടില്ല. അത് മാത്രമല്ല, അവിടെ ചെന്നപ്പോൾ മറ്റോള് പറയാ, നിന്റെ ഏടത്ത് ഇന്നെ കണ്ടിട്ട് കണ്ണുമലെടുക്കുക. ഇനി ഞാൻ ഓള് മരിച്ചാൽ കൂടി പോകില്ല. ഒന്ന് പോയി നോക്കിയത്. പിന്നെ ഓൽക്കൊക്കെ സർബത്ത് കൊടുത്തിട്ട് എനിക്ക് തന്നില്ല. അത് വേറെ കേസ്. ഓലൊക്കെ ക്ഷണിച്ചിരുത്തി ഇന്നെ നോക്കിയില്ല. അത് വേറെ കേസ്. ഇതൊന്നും വിഷയമല്ല. എന്ത്? നിനക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ. അതാ പറഞ്ഞത് ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്ത വാഹിദ വാന റബ്ബുക്കും ഫഅബ്ദൂൻ ഓന റബ്ബുക്കും ഫത്തഖൂൻ. രണ്ടു തരത്തിലും അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഭക്തി നിങ്ങൾക്ക് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, ചില ഈ ഭൗതികന്മാരായ ആളുകൾ സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം ഒരു ബന്ധുവില്ല. അപ്പൊ ഒരു കുടുംബ സംഗമം. എന്നിട്ട് ചോറും ബിരിയാണിയും വെച്ച് വിളമ്പി എല്ലാവരും കൂടി കൂട്ടി. നിങ്ങളുണ്ടല്ലോ തമ്മിൽ തെറ്റിയോലോട് നിങ്ങൾ കൈ ഒടുക്കി സലാം ചൊല്ലി, നിങ്ങൾ ചെല്ലി. അപ്പോൾ അസ്സലാമു അലൈക്കും ഓനെ സലാം ചെല്ലുന്ന തന്നെ അങ്ങനെ അറിയാം. പോയി പണിയൊക്കെ ഇടാനുള്ള അർത്ഥമില്ല. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ട് കൈ കൊടുത്തതാണ്. അല്ലേ? അല്ലാണ്ട് ആർക്കാ അവിടെ കൈ കൊടുക്കുന്നത്? കൈ കൊടുത്താൽ നന്നാവോ? ഇല്ല. കെട്ടിപ്പിടിച്ചാൽ നന്നാവോ? ഇല്ല. ചിലവര് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് കെട്ടിപ്പിടിക്കും. മറ്റേ ബിരിയാണി സൈസാക്കാനായിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നന്നാവില്ല. ഖുർആൻ പറഞ്ഞത് ഐക്യപ്പെടുത്താൻ, സ്വർഗത്തിലേക്കുള്ള ആളുകളാക്കി കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഒറ്റ സമുദായമായി ജീവിക്കാൻ കഴിയും. നിങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കണം. കേട്ടോ? എന്നിട്ട് അല്ലാഹ് പറയാ, ഇനി പറഞ്ഞ വാക്കുകളാണ് വകുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ചിന്തിപ്പിക്കുകയാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അകന്ന് ജീവിക്കുകയും എന്നിട്ട് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് കുല്ലു ഹിസ്ബിൻ എല്ലാ പാർട്ടിക്കാരും ബിമാ ലദൈഹിം അവരുടെ കൈവശമുള്ളതും വെച്ചുകൊണ്ട് ഫരിഹൂൻ സന്തുഷ്ടരാകുന്നു. അതിന് ന്യായീകരണവും വാദവും കണ്ടെത്തുന്നു. അല്ലേ? നമ്മളെ കയ്യിലാണ് ശരിയെന്ന് വരുത്താൻ
അതിന്റെ ന്യായീകരണം അതിന് അള്ളാഹ് ഉപയോഗിച്ച വാക്കോ ബിമാ ലദൈഹിം ഫരിഹൂൻ, അവരുടെ കയ്യിലുള്ളതും വെച്ചുകൊണ്ട് സന്തുഷ്ടരായി ജീവിക്കുന്നു. പോരാ, തിരിച്ചു വരണം അള്ളാഹിലേക്ക്. കേട്ടോ, ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരുസുന്നത്തിൽ നിന്നും അകന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാവരുത്. ഉണ്ടായാൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തും. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തോടെയുള്ള ജീവിതവും അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്തുവാനും മുസ്ലിങ്ങളുടെ നേരെ ശത്രുക്കൾ എതിർത്ത് വിടുന്ന കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മളിൽ പലരും കുടുംബസംഗമം സംഘടിപ്പിച്ചവരായിരിക്കും. അതൊരു തെറ്റൊന്നല്ല. പക്ഷെ അതിൻ്റെ ശരിയായ വഴി ഞാൻ പറഞ്ഞു. ആ കുടുംബസംഗമം സംഘടിപ്പിച്ചവരെ ഞാൻ അധിക്ഷേപിച്ചതുമല്ല. അതല്ല ഇവിടെ നമ്മളെ വിഷയം. അതിന് കുറെ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടാക്കും. കുറെ പെൺകുട്ടികൾ കുറെ പാട്ടും ആടും, കുടുംബത്തിലുള്ള പലരും മിമിക്രി കളിക്കും, അല്ലേ? ഇതുകൊണ്ടൊന്നും ആരും എന്താവില്ല, മനസ്സുകൊണ്ടൊന്നാവില്ല. അപ്പം അത് ചെയ്ത ആളുകളെ കുറ്റപ്പെടുത്തിയല്ല, അവരുടെ വിവരക്കുറവ് കൊണ്ട് ചെയ്തതാണ്. അവർ ചെയ്യേണ്ടത് സമൂഹത്തിലും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും തൗഹീദി ക്ലാസ് വെച്ചിട്ട് അവരെ ഒന്നിപ്പിക്കുക, കൽബുണ്ട്. അപ്പം നിങ്ങൾ കൈയെടുത്ത് നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതൊരു സലാമാണ്. അത് സ്വർഗത്തിലേക്കുള്ള അഭിവാദ്യം. മറ്റതെല്ലാം നമ്മൾ സലാം ചെല്ലുന്നത് നമുക്ക് തന്നെ അറിയാലോ. നമ്മൾ തന്നെ സാധാരണ തന്നെ രണ്ടു പേർക്ക് സലാം ചെല്ലലുണ്ട്, രണ്ടു പേർക്കും സലാം അടക്കലുണ്ട്, അല്ലേ? സാധാരണക്കാരനായ ഒരാളോട് സലാം ചെല്ലുക അസ്സലാമു അലൈക്കും. നല്ലൊരു പൈസ ഉള്ള അല്ലെങ്കിൽ ഒരു നേതാവാണെങ്കിലോ അസ്സലാമു അലൈക്കും, അല്ലേ? ഞാൻ എൻ്റെ മടക്കലോ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. നമ്മൾ സിമെന്റ് തേക്കണമല്ലേ, വലൈക്കും അസ്സലാം എന്നിട്ട് അതിൻ്റെ നേരെ മറിച്ച് വലിയ മുക്കാലവും ഇല്ലാത്ത സലാം ചെല്ലിയാൽ വലൈക്കും എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കാളും. ചിലർ കൈ വരെ അങ്ങനെ കൊടുക്കുക. നമ്മളൊക്കെ 5 പേരിൽ കൊടുക്കൂലേ കൈ കൊടുക്കുമ്പോൾ, ചിലർ 3 പേരിലാണ് കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവനെ ഒരു കാരണവശാലും ജീവിതത്തിൽ കൊണ്ടു നടക്കരുത്, അല്ലേ? തോന്നല്ലേ? അങ്ങനെ കൈ തരുന്നില്ലേ? റസൂൽ എന്താ പറഞ്ഞത്? കൈ കൊടുത്താൽ, മുഅ്മിനായൊരു മനുഷ്യൻ കൈ കൊടുത്താൽ പിടിച്ചു കുലുക്കുമ്പം പടച്ചോന്റെ റസൂൽ പറഞ്ഞതാ. ജീവിതത്തിൽ ഇന്ന് വരെ കളവ് പറയാത്ത പ്രവാചകൻ പറയുന്നു, ആ കൈകൾ വിടുന്നത് വരെ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അത്ര മനോഹരമായ കർമ്മ അത്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമ്മൾ കൈ കൊടുത്തെന്തിനാ? കാണിച്ചു തരടാ, ശരിയായി തരാന്ന്, അല്ലേ? ചിലര് കെട്ടിപ്പിടിക്കണമല്ലോ, അതും അങ്ങനെ തന്നെ. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിപ്പോകും കേട്ടോ. നാളെ പരലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകും. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകന്ന് നരകത്തിന്റെ അവകാശിയായിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു. അവസാനം പരലോകത്ത് ബില്യൺ കണക്കിന് ആളുകൾ ഒത്തുകൂടും. എവിടെ? സൂര്യന്റെ അതിശക്തമായ ചൂടിൽ, അല്ലെ? വിയർത്തൊലിച്ച് ദാഹിച്ച് വിവശരായി നിൽക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്നൊരു അനുഗ്രഹമുണ്ട്. എന്താ അറിയോ? ഹൗലുൽ കൗസർ. കേട്ടില്ലേ? അള്ളാഹുവിന്റെ ഒരു വെള്ളത്തടാകമാണ്. അതിനെ വിശദീകരിക്കില്ല. ആ വെള്ളത്തടാകത്തിൽ നിന്ന് വിയർത്ത് ബുദ്ധിമുട്ടി നിൽക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹൗലുൽ കൗസറിന് വെള്ളം കോരിക്കൊടുക്കും. ഇപ്പൊ ഇവിടെ ഇപ്പം ഈ പള്ളിയിൽ ഇപ്പം എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടാവും നിങ്ങളെ കാഴ്ചപ്പാടില്? അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചോര്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചവർക്ക് മുഴുവനും ഹൗലുൽ കൗസറിന് അള്ളാഹിന്റെ റസൂല് അനുഗ്രഹീതമായ വെള്ളം സപ്ലൈ ചെയ്യുന്നു പറഞ്ഞാൽ ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരും ഓടൂലേ? അതിന് ഈമാനുള്ളവരോടും ഈമാൻ ഇല്ലാത്തവരോടും. പരലോകത്തും അങ്ങനെ തന്നെ എല്ലാവരും ഓടിയെത്തും. റസൂലുള്ള പറയാണ്, തെരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ. യൗമുൽ ഖിയാമ ദിവസം ഹൗലുൽ കൗസറിലേക്ക് മുസ്ലിങ്ങളായ ആളുകൾ ഓടി വരുമ്പോഴോ ഫയഖ്തലജു അൽ അബ്ദു മിൻഹും, അതിൽ നിന്ന് ചില മനുഷ്യന്മാരെ മലക്കുകൾ തടയും. അവരെ നരകത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചുവിടും. ഈ ഹൗലുൽ കൗസറിലേക്കല്ല,
ഓരെ തടഞ്ഞിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും മലക്കുകൾ. അങ്ങനെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോഴോ ഫഅഖൂലു, അപ്പം റസൂൽ പറയാം, അപ്പം ഞാൻ പറയും, റബ്ബി ഇന്നഹും മിൻ ഉമ്മത്തി, അള്ളാഹുവെ നരകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അവർ എൻ്റെ ഉമ്മത്താണ്. റസൂൽ പറയാൻ, എൻ്റെ ഉമ്മത്താണ് ആ കൊണ്ടുപോകുന്നത്, എൻ്റെ ഉമ്മത്തിനെ. ഹൗലുൽ കൗസറിലേക്ക് കുടിക്കാൻ വേണ്ടി വന്നവരാണ്, അവരെ തിരിച്ചു വിട്ടു നരകത്തിലേക്ക് മലക്കുകൾ. അപ്പം റസൂൽ പറയുന്നു എൻ്റെ ഉമ്മത്താണ്. അപ്പോൾ ഫയഖൂൽ, അപ്പം അള്ളാഹു പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, മുഹമ്മദേ നിന്റെ മരണശേഷം അവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് എത്രമാത്രം അകന്നു, അവരെന്തെല്ലാം ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കി എന്ന് എനിക്കറിയില്ല, ഈ മരിച്ചു പോയാൽ. അപ്പൊ എല്ലാം അറിയുന്ന റബ്ബാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ചെയ്തത്? അപ്പൊ മുസ്ലിങ്ങളാന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹു റസൂൽ പഠിപ്പിച്ചായിരിക്കും ജീവിതത്തിലുണ്ടാവും, മനസ്സിലുണ്ടാവും. അതുകൊണ്ടല്ലേ ആരെന്ത് പറഞ്ഞാലും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുണ്ടാവും. അത് ഏർത്തിയാവാം, അഞ്ചത്തിയാവാം, ഉമ്മയാവാം, ബാപ്പയാവാം, ആരാകും, നടക്കൂല്ലോ. നമ്മൾ നമ്മളെ ഖബറിലേക്കാണ്, ഉമ്മന്റെ ഖബറിലേക്കാണ്, ബാപ്പന്റെ ഖബറിലേക്കാണ്, അല്ലേ? എല്ലാവരും കൂടി ഒരു ഖബറിലേക്കല്ല, എല്ലാവരും കൂടി ഒരു മഹ്ശറിലേക്കല്ല, എല്ലാവരും ഒരു ചോദ്യമല്ല, എല്ലാവരുടെയും കർമ്മങ്ങളുടെ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ചേ അടങ്ങൂ. കിട്ടിയ ഹിദായത്തെ നശിപ്പിക്കൂല. ഇപ്പൊ റമദാനൊക്കെ കഴിഞ്ഞാൽ കുറെ ആളുകൾ പിന്നെ ദീനിന്ന് കണ്ട് പോകും, പിന്നെ ഖുർആൻ തന്നെ കൈകൊണ്ട് തൊടൂല. ഇനി അങ്ങനെ ഒരു ടീം അറിഞ്ഞു, മുസ്ലിഫ് കൈകൊണ്ട് തൊടാത്ത. മറ്റേ റമദാൻ വന്നപ്പോഴോ ഈ ഇരിക്കുന്ന നിങ്ങളെ കയ്യിൽ ഖുർആൻ ചെയ്യുന്നു ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തേ ഖുർആൻ ഇപ്പം വേണ്ടാണ്ടായത്? റമദാൻ കഴിഞ്ഞു, ഇനി ഖുർആൻ വേണ്ട, എന്താ പറയാ? അതാണ് ഹിദായത്ത് നഷ്ടപ്പെട്ടവരാണ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വഴി കേട്ടോ. ഏതാട്ടെ, അപ്പൊ റസൂലുള്ളാഹിനോട് എന്താ പറഞ്ഞത്? ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അവരെന്തൊക്കെയാണ് ഇസ്ലാം ദീനിൽ നീ മരിച്ചതിന് ശേഷം കാട്ടിക്കൂട്ടിയെന്ന് എനിക്കറിയില്ലോ. ഒരുപാട് പുതുതായിട്ടുള്ള കാര്യങ്ങൾ നല്ലതല്ലേ എന്നും പറഞ്ഞ് അവർ കൂട്ടിയത്. അപ്പൊ റസൂലുള്ള പറയാ, നിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് നബി കരഞ്ഞു പരലോകത്ത്. ആ നബി എന്നെ പറയാണ്, സുഹുക്കൻ സുഹുക്കൻ ലിമൻ ബദ്ദല ദീനി, സുഹുക്കൻ വിദൂരം പോകട്ടെ, ഹൗലിൽ നിന്ന് അവർ പോകട്ടെ, കൊടുക്കൂല ഞാൻ വെള്ളം. സുഹുക്കൻ സുഹുക്കൻ ആർക്ക്? ലിമൻ ബദ്ദല ദീനി, എന്റെ ദീന് മാറ്റിമറിച്ചവർക്ക്, എന്റെ ദീനിനെ മാറ്റിമറിച്ചവർ പോകട്ടെ. എവിടെ ഭാഗത്തൊന്നും അടുത്തൊന്നും നിൽക്കണ്ട, ഒന്ന് നരകത്തിലേക്ക് പോകണം. ആ ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാം ഇപ്പം ഒറ്റ കിബിലയിലേക്ക് തിരിയുന്നു, ഒറ്റ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അല്ലേ? ഒറ്റ ഖുർആൻ കൊണ്ട് ജീവിക്കുന്നു, മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. മുസ്ലിമാണോ എന്ന് പരിശോധിക്കുക. അള്ളാഹു നമ്മളുടെ ഇജ്ജത്തൊക്കെ എടുത്തു കളയുന്നതിന് കാരണം മുസ്ലിങ്ങളല്ലാതെ ജീവിക്കുമ്പോഴാണെന്ന് റസൂലുള്ളാഹിന്റെ പ്രവചനം മറക്കണ്ട. എന്നിട്ട് കുറെ ആളുകൾ വികാരത്തോടുകൂടി പെരുമാറിയിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. നമ്മളിലുള്ള തെറ്റുകൾ തിരുത്തുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ കനിവിനായി ചോദിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നാളെ ഹൗലുൽ കൗസറിൽ നിന്ന് റസൂൽ അകറ്റപ്പെടുന്ന മഹാപാപികളായി തീരാതിരിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും റഹ്മത്തും നമുക്ക് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന മുത്തക്കികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണം വരെ നിലപാടോടുകൂടി വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മാറോട് ചേർത്ത് പിടിച്ച് ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.